ഏറ്റവും വൃത്തിയായിട്ട കഥാപാത്രം ഇഷ്ടപ്പെട്ട കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുന്ന അമ്മച്ചിമാരാണ് കൂടുതൽ. നമ്മളിതെല്ലാം വിട്ടിട്ട് എയർഫോഴ്സിൽ ജോലി ചെയ്യാൻ ഉപേക്ഷിച്ചിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നത് എന്തിനാണ്? നമ്മൾ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ്. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഷോമാൻ ബിസിനസ്. സീരിയലിലെ സൂപ്പർ സ്റ്റാർ ആരാണെന്നറിയോ? ഒരുപാട് പേരുണ്ട്. ചാനൽ റൈറ്റർ എന്ന് പറയുന്നത് 2ാം സ്ഥാനത്തേ വരുന്നുള്ളൂ, സംവിധായകനൊക്കെ 3ാം സ്ഥാനം. അത് കഴിഞ്ഞ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥാനത്താണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാശ്മീരി ജനതയുടെ മുമ്പിൽ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാനസിക ആധിപത്യം അവർക്ക് അത് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ആക്രമണം. 4 ദിവസം നേർക്ക് നേരെ നിന്ന് പോരാടാനുള്ള കപ്പാസിറ്റിയോ അമ്യൂണിഷനോ ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എനിക്കിരുന്നിട്ട് എനിക്ക് പ്രതിയില്ല, ഞാനിരുന്ന് ന്യൂസ് 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്തു, ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പരിപാടി പറയാനുള്ള സമയമേ അല്ലത്. ഇന്ത്യൻ ഫോഴ്സസ്, ഡിഫൻസ് ഫോഴ്സസിനെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റും. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ. ഇന്ന് ബാലാജി ശർമ്മ. നമസ്കാരം ചേട്ടാ. ചേട്ടാ, ഞാനൊരു ടീനേജ് സമയത്തൊക്കെയാണ് ചേട്ടനെ ഞാൻ സീരിയൽസിലും സിനിമയിലൊക്കെ കണ്ടത്. അന്ന് ഞാൻ കണ്ട ആ ഒരു രൂപത്തിൽ തന്നെയാണ് ചേട്ടൻ ഇപ്പോഴും ഉള്ളത്. കാരണം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള അല്ലേ, ബോഡി എപ്പോഴും നല്ല ഫിറ്റായിട്ട് ഹെൽത്തൊക്കെ നല്ലതുപോലെ നോക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തോന്നലിന് ദൈവത്തിനോട് നന്ദി. അങ്ങനെ തന്നെയാണല്ലേ എപ്പോഴും ഞാനും ടീനേജിലായിരുന്നു. ഓക്കെ ഓക്കെ, അതായിരിക്കും എൻ്റെ കാരണം. അല്ല, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ചേട്ടൻ എപ്പോഴും വർക്കൗട്ടൊക്കെ ചെയ്ത് യോഗയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഒരു ഹെൽത്തൊക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത്. ഡെയിലി ഈ വർക്കൗട്ട് എന്ന് പറയുന്ന സാധനം അത് ഒരു എന്നിലെ ഒരു സ്ട്രെസ് റിലീസിങ് ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മൾ വർക്കൗട്ട് ബോഡി വെക്കാനല്ല, എനിക്ക് അതിനൊരു ആനന്ദം, നമുക്കൊരു ഊർജ്ജം കിട്ടും. അതെ, വർക്ക് ചെയ്യാനുള്ള ഊർജ്ജം കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ, ഞാനൊരു പെർമനൻ്റ് ഒരു ജിം ലൈക്ക് ഓഫ് കൈൻഡ് ഗൈ അല്ല, ഒരു ഭയങ്കര യോഗ ചെയ്യുന്ന ഒരാളല്ല. എന്നാൽ ഡെയിലി അങ്ങനെയൊന്നും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു 5 ദിവസം ചിലപ്പോൾ ഞാൻ സൈക്ലിങ്ങിന് പോകും. പ്രാന്തനെ പോലെ രാവിലെ എണീച്ച് സൈക്കിൾ എടുത്തിട്ട് പോകും ബീച്ചില്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പോവും. അങ്ങനെ ഒരു 5 ദിവസം കഴിയുമ്പോൾ മടുക്കും സൈക്ലിങ്. പിന്നെ ഒരു 3-4 ദിവസം യോഗയായിരിക്കും, ഭയങ്കര സൂര്യ നമസ്കാരവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ഞാൻ ജിമ്മിൽ പോവും. മസിലില്ല, ആരെങ്കിലും പറയും കൈ കുറവാണ് എൻ്റെ, അപ്പോൾ പിന്നെ പോയിട്ട് സ്ട്രെങ്തനിങ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. എന്ന് വെച്ചാൽ ഐ ഡു വർക്കൗട്ട്സ്, ബട്ട് ഐ സ്വിച്ച് ഓൺ ടു ഡിഫറെൻറ്റ് ഏരിയാസ്. ഈ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ വർക്കൗട്ട് ചെയ്യുക, കുറച്ച് ഒരു വില്ലൻ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഒരു ജൈജാൻറ്റിക് ഒരു പരിപാടി, അതായത് ഒരു വില്ലൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പം അയാളൊരു മസ്കുലൈൻ, ഒരു ഭയങ്കര ഒരു ആൾ എന്നുള്ള പറഞ്ഞൊരു പരിപാടി കിട്ടുകയാണെങ്കിൽ നമ്മൾ 100% ചെയ്യും. ഞാൻ ആപ്പാടെ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു മുറൈ വന്ന് പാർത്തായ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പോൾ ഒരു ഗുസ്തിക്കാരനാണ്. അപ്പോൾ എന്നെ പെട്ടെന്ന് അതിന് ഉണ്ണിമൂന്നനാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അന്തം വിട്ടു പോയി. കാരണം ഗുസ്തിക്കാരൻ ഞാനൊരു മെലിഞ്ഞ ശരീര പ്രകൃതിക്കാരനാണ് എൻ്റെ ധാരണ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡയറക്ടർ പറഞ്ഞു ചേട്ടനാണ് ആ ഗുസ്തി. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അബൂ സലീം ടൈപ്പ് ഓഫ് മാൻ, ഒരു പക്ക അങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ശരിയാവുമെന്ന് ചോദിച്ചു. പറഞ്ഞു ചേട്ടനാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ അങ്ങനെയുള്ള ആളല്ല, പക്ഷേ യു ഷുഡ് ലുക്ക് ലൈക്ക് ഒരു ഇത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റഫ് ആയിരിക്കണം അല്ലേ? റഫല്ല, കുറച്ച് ഒരു മോട്ടാപ്പൻ എന്ന് പറയും ഹിന്ദിയിൽ, ഇത്തിരി ഒരു ചർബി ഇതൊക്കെ ഉള്ള ഒരു സാധനമായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് മാത്രം ഞാൻ കുറച്ച് ഒരു 3 മാസക്കാലം ജിമ്മിലൊക്കെ പോയി ഇത്തിരി ഓവർ ഫുഡൊക്കെ കഴിച്ച് ഒരു തടിയൻ ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിനിമയിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. അതായത് ഇതാണ് കഥാപാത്രം എന്ന് പറഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യും 3 മാസം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സിനിമാ നടന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ എനിക്കൊരു സംഭവം വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ 100% ചെയ്യും. പിന്നെ ചേട്ടാ, ഇപ്പോൾ മൗനരാഗം സീരിയലിലെ പ്രകാശൻ എന്ന കഥാപാത്രം എനിക്ക് തോന്നുന്നു സീരിയലിലെ സൂപ്പർ സ്റ്റാർ ആക്കിയത് അല്ലേ? ബാലാജി ശർമ്മയെ സീരിയൽ രംഗത്തെ സൂപ്പർ സ്റ്റാർ ആക്കിയത് ആ ഒരു കഥാപാത്രമാണെന്ന് എനിക്ക് അല്ല, ആ കഥാപാത്രം പറയുമ്പോ സീരിയലിലെ സൂപ്പർ സ്റ്റാർ ആരാണെന്നറിയോ? ഒരുപാട് പേരുണ്ട്. ഞാൻ ചാനൽ
ചാനലാണ് സീരിയലിലെ സൂപ്പർ സ്റ്റാർ. അവർ പറയുന്നു ഇങ്ങനെ എഴുതൂ. റൈറ്റർ എന്ന് പറയുന്നത് 2ാം സ്ഥാനത്തേ വരുന്നുള്ളൂ, സംവിധായകനൊക്കെ 3ാം സ്ഥാനം. അത് കഴിഞ്ഞ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥാനത്താണെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് സീരിയലിൻ്റെ ഒരു പോക്ക്. കാരണം അവർ ചാനൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് കൊടുക്കുന്നു, എഴുതാൻ പറയുന്നു. റൈറ്ററിൻ്റെ ഈ പറയുന്ന റൈറ്റേഴ്സൊക്കെ അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവർക്ക് എഴുതാനൊക്കെ ഇതുണ്ടാകും. ഒരുപാട് പേര് സീരിയലിനെ കുറ്റം പറയാറുണ്ട്, സീരിയൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ. ഞാനും അതിനെ മാനിക്കുന്നു, പല കാര്യത്തിലും അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിൽ പോലും സീരിയൽ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ മനസ്സിലാക്കാത്തവരാണ് ഇത് പറയുന്നത്. അതായത് ഈ ചേട്ടൻ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ചേട്ടനോട് ഒരു ദേഷ്യവും, പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്കിടയിൽ, അമ്മച്ചിമാർക്കിടയിൽ, എടാ അതാ ആ പ്രകാശം പോകുന്നു, ആ ദുഷ്ടം പ്രകാശം പോകുന്നു, അന്നിങ്ങനെയൊക്കെ ചേട്ടന് അത്തരം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ പ്രേക്ഷകർ? ഇപ്പം കാലം മാറിയപ്പോൾ ഓഫ് കോഴ്സ് നമ്മളിപ്പം പ്രകാശം മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ വേറെയും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർ, ഈവൻ അമ്മച്ചിമാർ ഒരു മൊബൈലിലൊക്കെ ആണ് കാണുന്നത്. കാരണം അവരും ഭയങ്കരമായിട്ട് ഇതായി ഫോർവേഡായി. അപ്പോൾ അവരും അഭിനയത്തെ ഒന്ന് വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്നോട് അടുത്ത് സ്നേഹത്തോടെയാണ് പറഞ്ഞത്. അത് ആദ്യം പറയും, എന്തും വൃത്തിയായിട്ട കഥാപാത്രമാണ്, ഇഷ്ടപ്പെട്ട കേട്ടോ, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുന്ന അമ്മച്ചിമാരാണ് കൂടുതലും. ഈ അമ്മച്ചിമാരൊക്കെ അടുത്ത് വന്നിട്ട് ഈ പറയുന്ന പല അമ്മമാരും എൻ്റെ അടുത്ത്, ഞാൻ ഇവൻ എൻ്റെ മോള് ക്രൈസ്നറിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ചുമ്മാ അവളുടെ അഡ്മിഷനായിട്ട് ഞാനിങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് ഞാൻ മാറിയിരിക്കുക. അപ്പോൾ ഒരു കൂട്ടം 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ, ഈ കഥാപാത്രം പ്രകാശൻ എന്ന് പറയുന്ന കഥാപാത്രം പെൺകുട്ടികളെ വെറുക്കുന്ന ഒരാളാണ്. വരും, പെൺകുട്ടികളെ വെറുക്കുന്ന ഒരാളാണ് പ്രകാശൻ. പെൺകുട്ടികൾ ഇഷ്ടമല്ല. അപ്പം സ്വാഭാവികമായി ഇത് കാണുന്ന ആൾക്കാർക്ക് നമ്മളൊരു പെൺകുട്ടികൾ ഇഷ്ടമല്ലാത്ത ഒരാളെന്നുള്ളൊരു സംഭവമുണ്ട്. എനിക്ക് മോളാണ്, എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയ്ക്കും ജീവനാണ് എനിക്ക്. പക്ഷേ അവിടെയുള്ള പെൺകുട്ടികളെല്ലാം ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഞങ്ങൾ ഒരു ഫാൻസ് ഉണ്ട് നിങ്ങളുടെ, ഞങ്ങൾ ഒരു ഗ്രൂപ്പുണ്ട് പ്രകാശൻ സാറിൻ്റെ അസോസിയേഷൻ. അങ്ങനെയല്ല, അങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞില്ല, എങ്കിൽ പോലും അവർ പറഞ്ഞു ഇങ്ങനെ സാറിനെ ഇഷ്ടപ്പെടുന്ന, സാറിൻ്റെ അഭിനയം ഇഷ്ടപ്പെടുന്ന. അപ്പോൾ അവർക്ക് അഭിനയം എന്നുള്ള രീതിക്ക് മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ചേട്ടൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചേട്ടനൊരു മകളാണ്, ഇതിനകത്ത് പെൺമക്കളെ ഇഷ്ടമല്ലാത്ത, പെണ്ണുങ്ങളെ അല്ലാത്തൊരു കഥാപാത്രമാണ് പ്രകാശൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചേട്ടൻ്റെ ലൈഫിൽ ഏറ്റവും ചേർത്ത് പിടിക്കുന്ന മകൾ, എന്നാൽ കഥാപാത്രം മകളെ ഇഷ്ടമല്ലാത്ത, പെൺമക്കളെ ഇഷ്ടമല്ലാത്തൊരു കഥാപാത്രം. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ ഏതെങ്കിലും രീതിയിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഈ സംഭവം എന്നറിയോ, വാട്ട് ഐ ഡു ഈസ്, എനിക്കറിയില്ല എല്ലാ ആക്ടേഴ്സും അങ്ങനെയാണെന്ന്. ഞാൻ ആ കഥാപാത്രം എന്ന് പറയുന്ന അയാളാണ് എനിക്ക്, ഇറ്റ്സ് നോട്ട് മീ. പ്രകാശൻ എന്ന് പറയുന്ന ഏത് കഥാപാത്രമായാലും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അയാളിലേക്ക് നമ്മൾ ഒരു ജീവൻ കൊടുക്കുന്നു. അപ്പം അയാൾ എന്തൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. അവിടെ ഞാനല്ലല്ലോ, ഞാനെന്നുള്ള ആളെ മറന്നിട്ട് എനിക്ക് ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ പേഴ്സണലി എഫക്റ്റ് ചെയ്യുന്നില്ല, ഒരിക്കലുമില്ല. പേഴ്സണലി എഫക്റ്റ് ചെയ്യുന്ന എപ്പോഴെന്നറിയോ, നമ്മൾ ചിലപ്പോൾ മോളുമായിട്ടൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർ മോള് സ്വന്തം മോളാണോ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷത്തേക്ക് നമുക്ക് തോന്നും, അയ്യോ. പിന്നെ ഞാൻ ആലോചിക്കും, എൻ്റെ കഥാപാത്രത്തിൻ്റെ വിജയമാണത്. കാരണം ഈ സ്വന്തം മോളെ പോലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് എന്നുള്ളൊരു ധാരണ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടാവും ആ കഥാപാത്രം. അപ്പം അങ്ങനെ നമ്മൾ പേഴ്സണൽ ലൈഫിൽ നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമ്മളോട് ചില ആൾക്കാർ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട്, ഇപ്പം നമ്മളൊരു മരണം വെട്ടി നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അതായത് ഞാൻ വൈഫിൻ്റെ അച്ഛൻ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഞാനോട് ഭയങ്കര അടുപ്പമായിരുന്നു അദ്ദേഹത്തിന്, വൈഫിൻ്റെ അച്ഛൻ. അപ്പം അതിന് ഞാൻ ഭയങ്കര ദുഃഖാർത്ഥനായിട്ട്, സിൻസിയറായിട്ട് ഞാൻ ഭയങ്കര വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഈ സീരിയലിൽ എൻ്റെ 3ാം കല്യാണം, എൻ്റെ ഒരു കല്യാണ ട്രാക്ക് ഉണ്ടായിരുന്നു. ഞാൻ റൊമാൻറ്റിക് ആയിട്ടൊക്കെ നടക്കും, കല്യാണം ഇപ്പം നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. അപ്പോൾ ഇവർ ഓടി വന്നിട്ട് അടുത്ത കല്യാണം കഴിക്കാൻ പോകണല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് ഒരു ഇറിറ്റേറ്റഡായി ഞാൻ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് റിയലൈസേഷൻ, ഇറിറ്റേറ്റഡായി. ഞാൻ ഇങ്ങനെ നോക്കിയാളെ മറുപടി പറഞ്ഞില്ല, ഇങ്ങനെ 2 മിനിറ്റ് അയാളെ ഇങ്ങനെ നോക്കി. വീണ്ടും അയാൾ ഇങ്ങനെ തുടർന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ ഒറ്റ മിനിറ്റ് ചേട്ടാ എനിക്ക് വന്നു വിളിച്ച് മാറ്റി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നിൽക്കുന്ന സ്ഥലം, ഞാനെന്ന വ്യക്തി, ഇതൊക്കെ മാനിച്ചുകൊണ്ട് നിങ്ങളൊരു കമൻറ്റ് പറഞ്ഞാൽ നന്നായിരിക്കും. ഒരു മരണ വീട്ടിൽ ബോഡി എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഒരു സാധനം പറയുന്നത് നിങ്ങളൊരു വിവരം, നിങ്ങളുടെ ഒരു പരിജ്ഞാനം നിങ്ങൾ വിളമ്പുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും
എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ചില ഇൻസിഡൻസ് വരുമ്പോൾ അല്ല, ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ഫംഗ്ഷനൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ നമ്മളുടെ ഇടയിൽ ഇങ്ങനെ കൂടും, സെൽഫി എടുക്കും. ചിലപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ മരണ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ സെൽഫി എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കും. അത്തരം സന്ദർഭങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പം ഇറിറ്റേറ്റഡ് ആവാറുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. പക്ഷേ ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസ് വരുമ്പോൾ നമുക്കത് സഹിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല. അല്ല, ഇത് ഞാൻ ഇറിറ്റേറ്റഡ് ആവാറില്ല. നമ്മളൊക്കെ, ഞാൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു. എയർഫോഴ്സിലെ ജോലി വിട്ടിട്ട് LLBയിൽ സെക്കൻഡ് റാങ്ക് ദൈവാനുഗ്രഹത്തിൽ കോപ്പി അടിച്ചിട്ടാണെങ്കിലും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് പറയുമ്പോഴത്തേക്ക് കമന്റ്സ് വരും, അയാളെ LLB എന്നൊക്കെ പറയും. അതല്ല ഞാൻ പറഞ്ഞ, നമ്മളിപ്പം എന്തൊക്കെയായാലും നമ്മൾ അങ്ങനെ ഒരു 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 ഇതിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. അപ്പം നമ്മൾ നമ്മളിതെല്ലാം വിട്ടിട്ട് എയർഫോഴ്സിലെ ജോലി ഞാൻ ഉപേക്ഷിച്ചിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നത് എന്തിനാണ്? നമ്മൾ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ്. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഷോമാൻ ബിസിനസ്. നമ്മൾ കാണിക്കുന്നതിന് നമ്മൾ ജനങ്ങളെ അംഗീകരിക്കണം. ഇപ്പം എന്നെ വന്നിട്ട് ഇവിടെ ആരും മൈൻഡ് ചെയ്യില്ല, ഇവിടെ എന്താണ്, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ പോയി. അന്നത്തെ ദിവസം മൂഡ് ഓഫ് ആൻ അത് മതി. മനസ്സിലായില്ലേ? എന്ത് ചെയ്യുന്നു എന്ന് ഒരാളുടെ അടുത്ത്, ഒരു ആക്ടറുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പോയി. അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ സീരിയൽ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ, ഒരു ആക്ടർ സീരിയൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് സിനിമയിൽ കൂടുതൽ മികച്ച അവസരങ്ങൾ കിട്ടുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ സീരിയലിലെ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അത് അയാളുടെ ഒരു കരിയറിന് തടസ്സമാണോ സിനിമയിൽ? അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു എക്സാമ്പിൾ ഞാൻ പറയണം. ഇപ്പൊ ലാലേട്ടൻ ഒരു 5 വർഷമുള്ള ഈ മൗനരാഗത്തിലെ പ്രകാശം പോലെ ഒരു കഥാപാത്രം നിങ്ങളുടെ മുമ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നും? സീരിയലിലോ ചിന്തിച്ചു നോക്കൂ. മോഹൻലാലിനെ പോലൊരു മഹാനടൻ, അല്ലെ മമ്മൂക്ക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടൻ 5 വർഷമായിട്ട് ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുപ്പ് ഇത് കണ്ട് നമുക്ക് തന്നെ, കാരണം ഇന്ന് ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ട് ഈ ഓവർ എസ്റ്റാബ്ലിഷ്മെന്റ് ദോഷം ചെയ്യും. സീരിയൽ ഓവർ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്, അതായത് ഇപ്പൊ പിന്നെ ആൾക്കാർ കാണുന്ന കുറവായിട്ട് കുഴപ്പമില്ല. എൻ്റെ ഒരുപാട് സിനിമാക്കാരൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ സീരിയൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അവർ കാണാറില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മള്. ഞാൻ പറഞ്ഞത് ഇത് കണ്ടോണ്ടിരിക്കാൻ നിൽക്കും ഡെയിലി. അപ്പൊ നമ്മളിൽ ആക്ടറിന്റെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രകാശനം എന്നുള്ള കഥാപാത്രം എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമോഷൻസും ഉണ്ട്. ഭയമുണ്ട്, വിഹ്വലതയുണ്ട്, അഹങ്കാരമുണ്ട്, വെറുപ്പുണ്ട്, ഇമോഷൻസ് ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എസ്കേപ്പിസം ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു ലൈഫ് ടൈം ക്യാരക്ടർ പോലത്തെ ഒരു സാധനമാണ്. സീരിയലിൽ വേറെ ഒരാൾക്കും അത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കഥാപാത്രമാണിത്. സ്ത്രീരിയലാണല്ലോ സീരിയൽ. സ്ത്രീകൾക്ക് കിട്ടുമായിരിക്കും, പുരുഷന്മാർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. ഒരു മാൻലി ക്യാരക്ടർ. ചേട്ടാ, ഇപ്പം മലയാള സിനിമയുടെ പ്രശ്നങ്ങളെ കുറിച്ചും മലയാള സിനിമയിലെ ആക്ടേഴ്സ് പ്രത്യേകിച്ച് നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ട്. പക്ഷേ ഈ സീരിയലിൽ നടിമാരും നടന്മാരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതെ, ഒരുപാട് പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സീരിയൽ നടി സംവിധായകൻ മോശമായിട്ട് പെരുമാറി, അയാളെ അടിച്ചു, അയാൾ ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ മോശമായ രീതിയിൽ സ്പർശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു റിവീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം സീരിയൽ രംഗത്തെ നടിമാർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ചേട്ടനോട് അവർ ഇതുപോലെ പേഴ്സണലായിട്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ വന്ന് പറയാറുണ്ട്? എനിക്ക് അങ്ങനെ സിനിമയിലും സീരിയലിലും ഒന്നും അങ്ങനെ ഒരു പേഴ്സണൽ സ്പേസ് എനിക്ക് എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആ സമയത്തുള്ള ഒരു അങ്ങനെ ഒരു പ്രശ്നം അവർ നേരിടുന്നില്ലേ? പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന ലൈംഗിക ചുവയുള്ള പെരുമാറ്റം ഐ ഹാവ് നെവർ സീൻ ഇൻ ദ സെറ്റ്സ്. ഔട്ട് ഓഫ് ദി സെറ്റ്സ് ഉണ്ടാവും. സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ നമ്മുടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നു, പോകുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ ഭയങ്കര സിൻസിയറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അപ്പുറത്ത് എന്ത് നടക്കും നിങ്ങൾ ചിലപ്പോൾ കണ്ടുപോലും കാണില്ല. അത് ഓരോരുത്തരുടെ രീതി. ഞാൻ കണ്ടിട്ടില്ല. ഔട്ട് ഓഫ് ദി ബോക്സ് നടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ താരം അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല, നമ്മളങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞ. എല്ലാ സ്ഥലത്തും നടക്കുമ്പോൾ ഇവിടെ നടക്കുന്നുണ്ടാവും. പക്ഷെ സീരിയലിൽ നടക്കുന്ന ചൂഷണം എന്ന് പറയുന്നത് അവരുടെ സിൻസിയാരിറ്റിയും അവർക്ക് അർഹിക്കുന്ന എന്താ പറയുക സൗകര്യങ്ങൾ കൊടുക്കാതെയും ഒരുപാടുണ്ട്. അതിപ്പോഴും ഉണ്ടല്ലേ? അത് ഇപ്പം നമ്മൾ സിനിമയിൽ പറയുന്നു സ്ത്രീകൾക്ക്, ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ പോലും ഏരിയ പോലും ഇല്ലാത്ത സീരിയൽ സെറ്റുകൾ അതേ ഉള്ളൂ. ഒരു റൂമിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു റൂമുണ്ട്, അപ്പുറത്തെ റൂമിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റൂമിൽ എല്ലാവരും കൂടെ പെണ്ണുങ്ങൾ മാത്രം ഒരു റൂമിൽ ഇരിക്കും. ആണുങ്ങൾക്കൊന്നും റൂമില്ല. അവിടെ എവിടേക്ക് ഇരുന്നോളണം, വെളിയിലൊക്കെ ഇരിക്കും, തറയിലും അവിടെയൊക്കെ ഇരുന്നോളും. സ്ത്രീകള് ഡ്രസ്സ് മാറാൻ, അഥവാ ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളും കൂടെ ഒരു റൂമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറണം, 10 പ്രാവശ്യം മാറണം. അപ്പൊ ആണുങ്ങൾ മാറിക്കൊടുക്കും. മനസ്സിലായില്ലേ? ഈ 5 സ്ത്രീകൾ ഒരുമിച്ചായിരിക്കും മാറുന്നത്. ചിലപ്പോൾ മാറാൻ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ എൻ്റെ സേതു അമ്മയൊക്കെ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എവിടെയോ എവിടെ നില്ലടി എന്ന് പറഞ്ഞ് മാറുന്നുണ്ട്. ആ സൗകര്യക്കുറവ് സീരിയലിലുണ്ട്. അന്നുകൊണ്ട് ഇന്ന് കൂടുതലാണെന്നാണ് ഞാൻ പറയാം.
അപ്പം അതാണ് നമ്മൾ കാണുന്ന നമുക്ക് വിഷമം വരുന്നത്. ഒരു കെട്ട് കോസ്റ്റ്യൂമായിട്ട് പാവപ്പെട്ട നടികളും നടന്മാരും നോർമൽ നടന്മാരും ഒക്കെ ഒരു കെട്ട് കോസ്റ്റ്യൂമായിട്ട് വലിയ മറ്റേ എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്ക് വലിയ ബാഗ് കൊടുത്തോണ്ട് വരും. അവരുടെ കോസ്റ്റ്യൂം അവർ കൊണ്ടുവരണം. ഇതിട്ട് അവൻ തന്നെ എടുത്തിട്ട് അപ്പുറത്ത് കൊടുത്ത് ഒരു കോസ്റ്റ്യൂമർ ഇട്ട് തേച്ച് കൊടുത്തിട്ട് അവൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അല്ല, ഇപ്പൊ ആത്മയുടെ മീറ്റിംഗിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ഒരു ബഡ്ജറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം ഇതിനു വേണ്ടി ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നു, ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 റൂം അല്ലെങ്കിൽ വേറൊരു വീട് എടുക്കാനുള്ള ബഡ്ജറ്റ് വേണ്ടേ? ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് കൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് സൊല്യൂഷൻ. ചാനല് ഒരു സീരിയലിന് കൊടുക്കുന്ന ബഡ്ജറ്റ് ഇപ്പം ഞാൻ വരുന്ന സമയത്ത് 100 രൂപ 80 രൂപ പെർ എപ്പിസോഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 120 ആയിട്ടുള്ളൂ മാക്സിമം. 25 വർഷമായി ഞാൻ വന്നിട്ട്. 25 വർഷം കൊണ്ട് ആ പടം 30,000 രൂപ പെർ എപ്പിസോഡ് കൂട്ടി കൊടുത്താൽ ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് മാറി, ആൾക്കാരുടെ പേയ്മെന്റ് മാറി. അതുകൊണ്ടാണ് ഈ പുതുമുഖങ്ങളിലേക്ക് കൂടുതലും പോകുന്നത്. അവരാകുമ്പോൾ ഒന്നും റിയാക്ടും ചെയ്യത്തില്ല, വരുന്നവൻ കിട്ടുന്നത് നന്നായി. സിനിമയിലും അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അവസ്ഥ. ഇത് ഉണ്ട് സീരിയലിൽ ഭയങ്കരമായി. ഇപ്പം നമ്മൾ തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ കുളിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സിനിമയിലാണെങ്കിൽ എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് മാറ്റാനുള്ള സൗകര്യം ഉണ്ടാവണ്ടേ? ഞാൻ കുളിച്ചിട്ട് വന്നാൽ ആദ്യം അണ്ടർ ഗാർമെന്റ്സിൽ അഭിനയിക്കുമോ? അപ്പം സിനിമയിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ആലോചിച്ചിട്ട് അവർ പറയും ഇയാളുടെ ഇത് മാറേണ്ടി വരും, അപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിച്ചോ പറയും. ഇത് നമുക്കറിയില്ല എന്ത് സീൻ എടുക്കാൻ പോകണമെന്ന്. അന്ന് രാവിലെ വരുന്നു, നമ്മൾ പോയി അഭിനയിക്കുമ്പോഴാണ് വെള്ളത്തിൽ മുങ്ങിക്കുളി അല്ലെങ്കിൽ ശയന പ്രദർശനം ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്ത് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പരിപാടിയിൽ ചെയ്യുമ്പോൾ ഇത് നനഞ്ഞുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം ഞാനാകുമ്പോൾ പറയും, മറ്റുള്ളവർ പറയില്ല. ഇത് നിങ്ങൾ വെളിയിൽ കാണുന്ന പരിപാടിയല്ല. ചേട്ടാ നമുക്ക് കഴിക്കാം. ബിരിയാണിയൊക്കെ വന്നു അല്ലേ? ഓർഡർ എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാതെ ഓർഡർ ചെയ്തിരിക്കല്ലേ? പൊതുവെ ചോറ് കുറവാണ്. ബിരിയാണി ഇത് ചിക്കൻ ബിരിയാണിയാണോ? ചേട്ടൻ ഒരുപാട് വർഷം എയർഫോഴ്സിലായിരുന്നു. അപ്പം ഇന്നലെ നമ്മുടെ രാജ്യത്തൊരു ദാരുണമായ ഒരു സംഭവം നടന്നല്ലോ. മറ്റേ അഹമ്മദാബാദില് എയർ ഇന്ത്യ വിമാനം പറന്നിറങ്ങി, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു. അപ്പോ ചേട്ടൻ ആ സംഭവത്തെ കുറിച്ച് എന്താണ്? ഇപ്പോഴും അന്വേഷണമൊക്കെ നടന്നു വരികയാണ്. അപ്പം എയർഫോഴ്സിലുള്ള ഒരാളെന്നുള്ള നിലയിൽ ചേട്ടന്റെ ഒരു നിഗമനം എന്താണ്? ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച്? ടെക്നിക്കൽ ഫ്ലോ തന്നെയാണ്, അല്ലാതെ വേറൊന്നും ആവാൻ സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇത് പല ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇത് തീവ്രവാദി ആക്രമണമാവാം, അങ്ങനെ പല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ, പെഹൽഗാം ആക്രമണം. അതെ അതെ. ഞാൻ ഈ പെഹൽഗാമില് ഇതേ സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ എൻ്റെ ഫാമിലിയായിട്ട് പോയി. രാവിലെ ഞാനൊരു വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 5 മണിക്കടിച്ച് നടക്കാൻ പോകുന്നു. അവിടെയുള്ള കാശ്മീരീസിനെ ഞാൻ അടുത്തറിയുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയും ലോക്കലായിട്ട് അവിടെ നടക്കാനൊക്കെ പോകുമ്പോഴും ഞാൻ മനസ്സിലാക്കി, പണ്ട് കാശ്മീരിൽ സ്റ്റോൺ പെറ്റലിംഗ് ഉണ്ടായിരുന്നു. അതായത് അതർ ദാൻ എനി കാശ്മീരീസ് കമ്മിങ് ടു കാശ്മീർ വിൽ ബി കല്ലെറിഞ്ഞോടിക്കും. കാരണം അവർക്ക് ഇതൊക്കെ അവർ ഇന്ത്യയായിട്ട് അവർ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ വേറൊരു സംഭവമായിട്ടാണ് അവർ വിചാരിക്കും. ഞാൻ അവിടെ പോയിട്ട് മനസ്സിലാക്കിയത് വിദ്യാഭ്യാസമില്ല, വളരാൻ സമ്മതിക്കില്ല. ഇങ്ങനെ കുറെ ആൾക്കാർ അവരെ അങ്ങനെ ട്രെയിൻ ചെയ്ത് അവർ അങ്ങനെ ഒരു വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോ ടൂറിസം വന്നു, അവർക്ക് പൈസ കിട്ടി തുടങ്ങി, അവര് ഇത് കണ്ട് എൻജോയ് ചെയ്ത് തുടങ്ങി. ഇതുകൊണ്ട് വരുമാനം ഉണ്ടാവും. കാശ്മീരിൽ വേറെ ഒന്നുമില്ല. കാശ്മീരിൽ ഓൺലി തിങ് വിച്ച് ക്യാൻ മേക്ക് മണി ഈസ് ടൂറിസം. പിള്ളേര് പഠിക്കാൻ പോകുന്നു, ഷാളൊക്കെ ഇട്ടിട്ട് പെൺപിള്ളേര് പഠിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ആയിട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. മലയാളികളുടെ അറിയാലോ, എവിടെ പോയാലും മലയാളികളും കുത്തൊഴുകി അങ്ങ് പോകുമല്ലോ. കാരണം ഇവിടെ കെട്ടി കാശ്മീർ പോകും. അങ്ങനെ ഒരുപാട് പേര് ടൂറിസം വന്നു. അങ്ങനെ ഡെവലപ്പായി തുടങ്ങിയപ്പോൾ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാശ്മീർ ജനതയുടെ മുമ്പിൽ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മാനസിക ആധിപത്യമുണ്ട്. അവർക്ക് അത് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ആക്രമണം. എങ്ങനെ ആക്രമിച്ചു? ടൂറിസത്തിനെ ആക്രമിച്ചു. ടൂറിസ്റ്റിനെ ആക്രമിച്ചു. അപ്പോൾ ടൂറിസ്റ്റിനെ ആക്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതായിരുന്നു അവരുടെ എയിം. അത് ഞെട്ടലുളവാക്കുന്ന ഒരു കാര്യം. ഞാനും എൻ്റെ മോളും എൻ്റെ ഭാര്യയും വേറെ ഫാമിലിയും ഒക്കെ കൂടെ ചേർന്ന് ഞങ്ങൾ കറങ്ങി തന്ന സ്ഥലത്ത് ഇവിടെ രക്ഷപ്പെട്ടു. കാശ്മീർ എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ ആ വീഡിയോവും ഇതും കൂടെ ചേർത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞെട്ടലുണ്ട്, എനിക്ക് ഞെട്ടിപ്പോയി. അല്ല, അതുകൊണ്ടാണ് ഈ എയർ ഇന്ത്യയുടെ വിമാനം തന്നെ ആക്രമിച്ചപ്പോ ഇങ്ങനെ ചില ചർച്ചകളൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത്. ഐ ഡോണ്ട് നോ, ടെററിസ്റ്റുകളുടെ പ്ലാൻ ആയിരിക്കും എന്നുള്ള ചില. ഐ ഡോണ്ട് തിങ്ക്. കാരണം ഇപ്പോ ഒരു ടെററിസ്റ്റ് ഒരു അറ്റാക്കിനുള്ള നമ്മൾ വി ആർ വെരി മച്ച് കോൺഷ്യസ്. ഭയങ്കര കോൺഷ്യസ്. നമ്മുടെ സെക്യൂരിറ്റി ടൈറ്റൻഡ് ആണ്. നിങ്ങൾ ഈ കാണുന്നതല്ല ഇന്ത്യയുടെ സെക്യൂരിറ്റി. ഞാൻ എയർഫോഴ്സ് ഉണ്ടായിരുന്ന ഒരാളാണ് പറയുന്നത്. നമുക്ക് 4 ദിവസം
4 ദിവസം നേർക്ക് നേരെ നിന്ന് പോരാടാനുള്ള കപ്പാസിറ്റിയോ അമ്യൂണിഷനോ ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. 4 ദിവസത്തെ ഒരു വാറിൽ പാകിസ്ഥാൻ എന്നുള്ള ഭൂപടം തന്നെ ചിലപ്പം ഉണ്ടാവില്ല. അങ്ങനെ തീർക്കാനുള്ള കപ്പാസിറ്റിയും മൊറാലും. മെയിൻ തിങ് ഇസ് മൊറാൽ. അവിടെ മൊറാലില്ല. മൊറാൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, യുദ്ധം ചെയ്യാനുള്ള ഒരു നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ സംഭവം പകൽഗാം ഇതുമ്പോൾ ഞാൻ എൻ്റെ ആർമി സുഹൃത്തുക്കൾ, എയർഫോഴ്സ് സുഹൃത്തുക്കൾ, അവരുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചു. അവിടെ ആയിരുന്നു ഞാൻ. അവരൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് ഇങ്ങനെ വരട്ടറാന്ന് പറഞ്ഞു. ഈ മൊറാൽ ഇന്ത്യക്ക് കിട്ടാനുള്ള കാരണം എന്താണ്? നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. എനിക്കിരുന്നിട്ട് ഇരിക്കപ്പെടുകയില്ല. ഞാനിരുന്ന് ന്യൂസ് 24 മണിക്കൂർ കണ്ടോണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ആലോചിക്കുന്നു വെച്ചാൽ ഞാൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നുണ്ട്. നമ്മുടെ ഫോഴ്സിൽ നമ്മുടെ അമ്യൂണിഷൻ, നമ്മുടെ മൊറാൽ, നമ്മുടെ ട്രെയിനിങ് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അത് ഇവർക്കൊന്നും അറിഞ്ഞൂടാ വെളിയെന്ന് പറയുന്നവർ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഒരു തിങ്കിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ ഭയങ്കര ബിവെയറായിട്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത്, കോൺഷ്യൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഇനി അറിയില്ല. ചേട്ടാ, ഇപ്പോൾ ചേട്ടനോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ചേട്ടൻ്റെ ഒരു ഭാഷ ഉണ്ടല്ലോ, ആ ഭാഷയിൽ ചേട്ടൻ്റെ പ്രാവീണ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ മലയാളം മാത്രമല്ല, ഇപ്പോൾ എയർഫോഴ്സിലായതുകൊണ്ട് ഹിന്ദി അനായാസം വഴങ്ങും. മാത്രമല്ല ഇംഗ്ലീഷും തമിഴും ഒക്കെ ചേട്ടൻ വളരെ അനായാസത്തോട് സംസാരിക്കുമെന്ന്. ഈ ഭാഷയിൽ ആ ഒരു പിടുത്തം ഉണ്ടല്ലോ, ഒരു പ്രാവീണ്യം, അതെങ്ങനെയാണ്? വായനയിലൂടെയാണോ അതോ ചേട്ടൻ അത് എഫേർട്ട് കൊണ്ട് ബിൽഡ് ചെയ്തെടുത്താണോ? എഫേർട്ടൊന്നും, ഇത് നമുക്ക് ഇഷ്ടമുള്ളപ്പോ ഇത് എന്തറിയോ, അനുവിന് തന്നെ അറിയാം. അപ്പൊ അനു എന്തുകൊണ്ട് ഇവിടെ ആങ്കറിങ്ങിന് ഇരിക്കുന്നു? ആ ഒരു അതായത് ഇഷ്ടം ബേസിക്കലി ഇഷ്ടമാണ്. ഇഷ്ടമല്ലാതെ ഒന്നും ഫോഴ്സ്ഫുള്ളി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ ലാലേട്ടൻ അടുത്ത് ചോദിക്കുമ്പോഴാണ് എങ്ങനെ അഭിനയിക്കുന്നു അറിയില്ല, ഇഷ്ടം അഭിനയിപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. അല്ല, ഞാൻ പറഞ്ഞത് പുള്ളി പറഞ്ഞ കറക്റ്റാണ്. പുള്ളി പറയുന്ന ഇത് ആൾക്കാർ പറയും അങ്ങനെ. എനിക്ക് ഭയങ്കര, ഞാൻ പുള്ളി പറയുന്നതിൽ ഭയങ്കര കൺവിൻസ്ഡ് ആണ്. കാരണം എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട്. ചേട്ടൻ ഒരു ഹാർഡ് കോർ ലാലേട്ടൻ ഫാൻ ആണല്ലേ? അങ്ങനെയല്ലേ, ഐ ലവ് ആക്ടിങ്. അത് ലാലേട്ടൻ മാത്രമല്ല, മമ്മൂക്കയുടെ പിന്നെ അറിയിപ്പ് അല്ലെ, അറിയിപ്പ് നല്ല പടം, മുന്നറിയിപ്പ്. ഞാനത് കണ്ടിട്ട് ആരും നോട്ട് ചെയ്യാത്തൊരു കാര്യം മമ്മൂക്കയുടെ സംബന്ധിച്ച് മമ്മൂക്ക പറഞ്ഞു, നീ നോട്ട് ചെയ്യാന്ന് ചോദിച്ചു. ജയിലിൽ കുറെ വർഷം കിടക്കുന്ന ഒരാള് ആദ്യമായി റിലീസ് ചെയ്യുമ്പോൾ പുള്ളിയുടെ നടത്തത്തിന് പോലും, കാരണം ഇത്ര ലോങ് ഡിസ്റ്റൻസ് വാക്ക് ചെയ്തിട്ടില്ല, അതുപോലും പുള്ളി നോക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു കീൻ ഒബ്സർവർ ആൻഡ് കീൻ തിങ്ക് ഒരു ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്ന മമ്മൂക്കയ്ക്ക് അപ്പുറം ആരുമില്ല. സ്ലാങ് മാറ്റി മാറ്റി പറയാൻ ഒരു ഇപ്പം കാസർഗോഡുകാരൻ, കോട്ടയം, ഇടുക്കി, തിരുവനന്തപുരം പുള്ളി ചെയ്തുപോലെ ഒരു തിരുവനന്തപുരംകാരൻ പോലും പറയില്ല. എന്റെ കണ്ണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് മമ്മൂക്ക എന്ന് പറയുന്ന. അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടുപേരും ലെജൻസ് ആണ്. ലാലേട്ടൻ അഭിനയിക്കുകയാണെന്ന് നമുക്ക് തോന്നില്ല. ലാലേട്ടന്റെ കണ്ണിൽ മിന്നി മറിയുന്ന, നമ്മളല്ലാതെ കാണുമ്പോൾ ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു അയ്യോ ലാഗ്. ഒരു ഡയലോഗ് പറഞ്ഞിട്ട് നോക്കി വിത്ത് മ്യൂസിക്കാണ് പുള്ളി ചിന്തിക്കുന്നത്. അവിടെ ബാക്ക് വരും. ഞാൻ പറഞ്ഞത് ഇവരൊക്കെ ലെജൻസ് ആണ്. അപ്പം ഞാൻ ഒരു ഹാർഡ് കോർ ഫാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമില്ലാത്ത ആൾക്കാരാണ് ഈ ഫാനായി മാറുന്നത്. നമ്മൾ ആരുടെയും ഫാൻ എന്നല്ല, നമ്മൾ ഏതൊരു ആക്ടറും നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ സീരിയലിൽ തന്നെ എൻ്റെ കൂടെ അവർ പോലും എന്നെ വിളിച്ചിട്ടുണ്ടാവില്ല ഇതുവരെ. സീരിയൽ എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു നല്ലൊരു സാധനം ചെയ്യുമ്പോൾ അവനെ വിളിക്കും. അപ്പം ഞാൻ നമ്പർ പോലും കാണില്ല, വിളിച്ചിട്ട് നമ്മൾ അവൻ്റെ നമ്പർ ഇവിടെ കിടിക്കേട്ടാ ആ ഡയലോഗ് നന്നായി ചെയ്തു, മനസ്സിലായില്ലേ? അത് കാരണം ഞാൻ അപ്രീസിയേഷൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ അപ്രീസിയേഷൻ വാരിക്കോരി കൊടുക്കും. ചേട്ടാ, ഇപ്പോൾ ചേട്ടൻ്റെ ലേറ്റസ്റ്റ് സിനിമ, നമുക്ക് ആ സിനിമയുടെ വിശേഷങ്ങളും കൂടെ ഒന്ന് ചോദിക്കാം. ഇപ്പോൾ ആ സിനിമയുടെ എന്താണ് ചേട്ടൻ്റെ ക്യാരക്ടർ എന്താണ്, കൂടെ അഭിനയിക്കുന്നവരാരൊക്കെയാണ്, ആ സിനിമയുടെ ഒരു പ്ലോട്ട് എന്താണ്, അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറയാം. ഞാൻ റിലീസ് ചെയ്തൊരു പടം പറയാം. ഇതിപ്പോൾ ഇന്റർവ്യൂ ഉടനെ ടെലികാസ്റ്റ് ചെയ്യുമെങ്കിൽ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്, ഫെബി എന്ന് പറഞ്ഞൊരു ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയിൽ വന്നൊരു സിനിമ. ടോട്ടലി ഫീൽ ഗുഡ്, ധൈര്യമായിട്ട് കുടുംബമായിട്ട് പോവാം. അങ്ങനെ ഒരു പടം ഞാൻ കണ്ടുകൊണ്ട് പറയാണ്. ഇമോഷണൽ, നമുക്ക് ഒരു സമയത്തെങ്കിലും നമ്മൾ ഹുക്ക് ചെയ്യും. എനിക്കറിയാം കഥ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ട് പോലും എൻ്റെ കണ്ണിൽ നിന്നൊരു തുള്ളി എൻ്റെ കണ്ണ് നനഞ്ഞു. പിന്നെ എൻ്റെ കഥാപാത്രം ഞാൻ 1-2 ദിവസം അഭിനയിച്ചുള്ളൂ, എങ്കിൽ പോലും ത്രൂ ഔട്ട് സിനിമയിലുള്ള പോലെ ഫീലിംഗ് ഉള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു കഥാപാത്രമാണ്. എൻ്റെ പെർഫോമൻസിനെ അത്യാവശ്യം സിനിമ കാണുന്ന ആൾക്കാർ, ഇപ്പോൾ അനുവായാലും സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്നെ ചേട്ടാ അത് കൊള്ളായിരുന്നു എന്ന് പറയാൻ പാകത്തിലുള്ളൊരു കഥാപാത്രം നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സൈജുവും സണ്ണിയും
അവരൊക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷങ്ങളുള്ള അവരെല്ലാവരും എല്ലാ ആക്ടേഴ്സും മണികണ്ഠൻ പട്ടാമ്പി ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്. എനിക്ക് ഈ പടത്തിൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് ഞാൻ കുറേ സിനിമകളിലൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം ഒഴിമുറി ഇപ്പോഴും ഞാൻ പറയുന്നത് 13 വർഷം മുമ്പ് മധുബാലേട്ടൻ എന്നെ ധൈര്യപൂർവ്വം ഏൽപ്പിച്ച ഒരു കഥാപാത്രം. ഗംഭീര കഥാപാത്രമായിരുന്നു അത് ആ കഥാപാത്രത്തിലൂടെയാണ് എന്നെ ആസ് ആൻ ആക്ടർ ഇയാൾ മോശം നടനല്ല എന്ന് എനിക്ക് മലയാള സിനിമയിൽ അതുകൊണ്ട് അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ 90-95 പടങ്ങൾ അഭിനയിച്ചത്. ഈ ഒറ്റ പടം കാരണം. ഈ പടം കൊണ്ട് ഗുണം ഞാൻ എപ്പോഴും മധുബാലനെ കാണുമ്പോൾ ചേട്ടാ ഈ പടം കൊണ്ട് ഗുണം ഒന്ന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയ എനിക്കാണ്. ലാലേട്ടന് സിദ്ദിഖ് ലാലേട്ടന് അവാർഡ് കിട്ടി, മധുബാലേട്ടന് അവാർഡ് കിട്ടി, എങ്കിൽ പോലും എനിക്ക് ഗുണം ചെയ്തു. പടം തിയേറ്ററിൽ അധികം ഓടാത്ത ഒരു പടമാണ്. അത് ആണ് നമ്മളിപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് ആസ് ആൻ ആക്ടർ പറയുന്നത്. ആ പടം കണ്ടിട്ടുണ്ടോ? ഞാൻ ആൾക്കാർ പറഞ്ഞു ഞാൻ ഈ പടം കണ്ടു നോക്കൂ. ഞാൻ കുറേ സിനിമകളുണ്ടെങ്കിലും ആസ് ആൻ ആക്ടർ എന്നെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയാനുള്ള എന്നെ അവർക്ക് ഉപയോഗിക്കാൻ തോന്നിയിട്ടില്ല. സംവിധായകർക്ക് തോന്നണമല്ലോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നണം ഇയാൾ വരണം. ആർക്കും തോന്നിയിട്ടില്ല, എനിക്ക് മാത്രം തോന്നുന്നു എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സംഭവമായിട്ട് അതിനകത്ത് വന്ന് കഴിഞ്ഞാൽ ചെയ്യുന്നു. അങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് വന്നിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് ഈ ഒരു ഇപ്പം പറയാൻ എനിക്ക് സന്തോഷമായിട്ട് പറയാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ സിനിമ റിലീസാവാൻ പോകുന്നത് ഇപ്പം അഭിനയിച്ച് ഒറ്റക്കൊമ്മനിൽ അഭിനയിച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറേ പടങ്ങളുണ്ട്. ഇപ്പൊ ഇന്നൊരു പടം റിലീസായിട്ടുണ്ട്. പ്രീ ഡിഗ്രി ഒരു ചെറിയ ഡിഗ്രി അല്ല. പിന്നെ മഹേഷ് നാരായണന്റെ മോഹൻലാലൊക്കെ ഉള്ള പടത്തിനകത്ത് എനിക്കൊരു സീക്വൻസിൽ ഞാനുണ്ട്. എന്റെ ഷൂട്ട് കഴിഞ്ഞു. ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലും ഒന്നും അറിയില്ല. ആ സിനിമയെ കുറിച്ച് എനിക്കും അറിയില്ല, എനിക്കൊരു മഹേഷിനോട് അറിയില്ല തോന്നുന്നു. കാരണം അത്രയ്ക്ക് സീക്രട്ട് ആയിട്ട് വെച്ച് ചെയ്യുന്ന ഒരു പടമാണ്. പിന്നെ മഹേഷ് എപ്പോഴും നമ്മുടെ അഭിനയം കണ്ടിട്ട് പറയും നിങ്ങൾ നല്ല പണ്ടേ പരിചയമുണ്ട്, നിങ്ങളൊരു നല്ല നടനാണെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരു കഥാപാത്രമായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അണ്ണാ ഇത് വളരെ ചെറിയ പരിപാടിയാണ്, പക്ഷേ ഇതേ എനിക്ക് പറ്റുള്ളൂ, അത്രയ്ക്കും ഒരു വലിയ പടമാണ്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, കാരണം ഡങ്കിയൊക്കെ ചെയ്ത ക്യാമറമാൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അഭിനയം, കോമ്പിനേഷൻ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നു, കുടിക്കുന്നു, ഫോൺ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ പരിപാടി. എന്താണെന്ന് സിനിമ ആണെന്ന് പറഞ്ഞു. ഈ കഥയെ അറിയില്ല, ഞാൻ ചോദിച്ചില്ല. സിംഗ് സൗണ്ടാണ് പടം.